പണവും പ്രശസ്തിയും എങ്ങനെ ആളുകളുടെ ജീവിതത്തെ മോശമായി ബാധിക്കുമെന്നതിന്റെ ഉദാഹരണമാണ് ഹോളിവുഡ് നടനായ വിഖ്യാത അമേരിക്കൻ സീരീസായ ഫ്രണ്ട്സിൽ ചാൻഡലർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച മാത്യു പെറിയുടെ ജീവിതം. കെറ്റാമിൻ ഓവർഡോസായി 2023 വീട്ടിലെ ബാത്ത് ടബിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മാത്യുവിന്റെ മരണത്തിൽ അന്വേഷണം നടക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കെറ്റാമിൻ ക്വീൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വംശജയായ ജസ്വിൻ സംഖ്യയുടെ പേരും അന്വേഷണത്തിൽ തെളിയുന്നത്. 54-ാം വയസ്സിൽ കെറ്റാമിൻ ഓവർഡോസായി മരിച്ച മാത്യുവിന്റെ ജീവിതം ഒരു ഹോളിവുഡ് ട്രാജഡി സിനിമയെ വെല്ലുന്നതാണ്. മദ്യത്തിനും മരുന്നിലുമുള്ള മാത്യുവിന്റെ അഡിക്ഷൻ തുടങ്ങുന്നത് ഫ്രണ്ട്സ് സീരീസിൽ അഭിനയിക്കുമ്പോൾ തന്നെയായിരുന്നു. 1994 മുതൽ 2004 വരെ 10 സീസണുകളിലായി നീണ്ടുനിന്ന ഒരു സിറ്റ്കോം സീരീസാണ് ഫ്രണ്ട്സ്. അവസാന സീസൺ ഇറങ്ങി 20 വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും ജനപ്രിയമായ, ഏറ്റവും കൂടുതൽ ആളുകൾ വീണ്ടും വീണ്ടും കാണുന്ന സക്സസ്ഫുൾ സീരീസ് ഓഫ് ഓൾ ടൈം എന്ന് പറയാവുന്ന സീരീസാണ് ഫ്രണ്ട്സ്. ഐ മേക്ക് ജോക്സ് വെൻ ഐ എം അൺകംഫർട്ടബിൾ എന്ന ടാഗ്ലൈനുമായി പ്രേക്ഷകരെ ഇപ്പോഴും ചിരിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് ഫ്രണ്ട്സിലെ ചാൻഡലർ. പക്ഷെ അതിന് പിന്നിലുള്ള മാത്യുവിന്റെ ജീവിതം പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ആൽക്കഹോളിക്കായ മാത്യു 1997 സ്കീ ആക്സിഡന്റിന് ശേഷമാണ് വേദന സംഹാരികളിലും അഡിക്റ്റ് ആകുന്നത്. ഷൂട്ടിങ്ങിനിടയിൽ തന്നെ സബ്സ്റ്റൻസ് അബ്യൂസ് ചെയ്തിരുന്നെന്നും പല സീസണുകളിലും അഭിനയിച്ചത് ഓർമ്മയിലില്ലെന്നും മാത്യു തന്റെ പുസ്തകമായ ഫ്രണ്ട്സ്, ലവേഴ്സ് ആൻഡ് ദ ബിഗ് ടെറിബിൾ തിങ്ങിൽ പറയുന്നുണ്ട്. അഡിക്ഷൻ മാറ്റാൻ മാത്യു മുട്ടാത്ത വാതിലുകളില്ല. വർഷങ്ങളോളം റീഹാബിലിറ്റേഷൻ സെന്ററുകളും മദ്യവിമുക്തി നേടാനുള്ള AA സെഷനുകളും തെറാപ്പിയും ട്രീറ്റ്മെന്റുകളും എല്ലാം ചെയ്തു. അഡിക്ഷനിൽ നിന്ന് മുക്തി നേടിയതിനു ശേഷം സമാനാവസ്ഥയിലൂടെ കടന്നുപോകുന്നവരെ സഹായിക്കാൻ മാത്യു പെറി ഫൗണ്ടേഷൻ തുടങ്ങുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്തു. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിലാണ് മാത്യുവിന്റെ ശരീരത്തിൽ അമിതമായ അളവിൽ കെറ്റാമിൻ എന്ന അനസ്തേറ്റിക് മെഡിസിൻ കണ്ടെത്തുന്നത്. ഡിപ്രഷന് ചികിത്സയിലായിരുന്ന മാത്യുവിന് കെറ്റാമിൻ എന്ന മരുന്ന് നൽകിയത് ഡോക്ടർ തന്നെയായിരുന്നു. എന്നാൽ കുറച്ച് മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന മരുന്നിന്റെ എഫക്റ്റ് മാത്യുവിന് മതിയാകുമായിരുന്നില്ല. മരുന്ന് നൽകുന്ന സുഖം നീണ്ടു നിൽക്കാൻ മറ്റൊരു ഡോക്ടറിന്റെ സഹായം തേടി. മാത്യുവിന്റെ പണം മാത്രം മുന്നിൽ കണ്ട് ഈ മരുന്ന് നൽകാൻ അംഗീകാരമില്ലാത്ത ഡോക്ടർ അത് ജസ്വിൻ സംഖ്യയിൽ നിന്ന് എത്തിച്ചു നൽകി. അമേരിക്കയിലെ ലോസ് ഏഞ്ചലസിൽ താമസിക്കുന്ന പഞ്ചാബിൽ വേരുകളുള്ള ജസ്വിൻ സംഖ്യയുടെ വീട് തന്നെ മയക്കുമരുന്നിന്റെ കേന്ദ്രമാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. 2019 കോഡി മെക്ലോറി എന്ന നടനും ജസ്വിനിൽ നിന്ന് കെറ്റാമിൻ വാങ്ങി അമിതമായ അളവിൽ ഉപയോഗിച്ച് മരിച്ച വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഡോക്ടറുടെ സഹായത്താൽ മാത്രം ഇഞ്ചക്ട് ചെയ്യേണ്ട മരുന്ന് മാത്യുവിന്റെ അസിസ്റ്റന്റ് ആണ് വീട്ടിൽ വെച്ച് ഒരു ദിവസം തന്നെ പല തവണ നൽകിയിരുന്നത്. അഡിക്ഷൻ ഇഷ്യൂസ് ഉള്ള വ്യക്തികൾക്ക് പൊതുവെ കെറ്റാമിൻ എന്ന മരുന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കാറില്ല. എന്നിട്ടും $12 വില വരുന്ന മരുന്നിന്റെ വയൽ ഇവർ $2000 മാത്യുവിന് വിറ്റുകൊണ്ടിരുന്നത്. അസുഖം മാറാൻ പ്രതീക്ഷയുമായി ക്ലിനിക്കിലെത്തിയ ഒരു മനുഷ്യൻ, സാഹചര്യവശാൽ പണവും പ്രശസ്തിയും അഡിക്ഷൻ ഇഷ്യൂസും ഉള്ള വ്യക്തി, അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് സമൂഹം മുതലെടുക്കുകയെന്നാണ് മാത്യുവിന്റെ മരണം തെളിയിക്കുന്നത്. മാത്യു പെറിയെ ചികിത്സിച്ച 2 ഡോക്ടർമാരും അസിസ്റ്റന്റും കെറ്റാമിൻ ക്വീനായ ജസ്വിൻ സംഖ്യയും ഇടനിലക്കാരനും ഉൾപ്പെടെ 5 പേരെയാണ് അന്വേഷണത്തിൽ പോലീസ് കുറ്റക്കാരായി കണ്ടെത്തിയിരിക്കുന്നത്. മദ്യത്തിനും മരുന്നിനോടുമുള്ള അഡിക്ഷനെതിരെ നിത്യേന പോരാടുകയും അവസാനം പൊരുതി തോൽക്കുകയും ചെയ്തയാളാണ് മാത്യു പെറി. കയ്യിലെ പണം കണ്ട് സഹായിക്കാനെന്ന വ്യാജേന കൂടെ നിന്നവർ തന്നെ ഒടുവിൽ അദ്ദേഹത്തിന്റെ മരണത്തിന് വഴിവെട്ടി. ഹാസ്യമിത്ര നേർമയോടെ കൈകാര്യം ചെയ്തിരുന്ന ഒരു അനുഗ്രഹീത കലാകാരനെയാണ് പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടത്. ആ നഷ്ടം നികത്താനായില്ലെങ്കിലും ഫ്രണ്ട്സ് എന്ന സീരീസിലൂടെ ചാൻഡലറായ അദ്ദേഹം ആരാധകർക്കിടയിൽ എന്നും ഉണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കാം.